സന്തോഷ് ചേട്ടൻ്റെ മനസ്സിൽ ടച്ച് ചെയ്ത് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവാം. ഒരു ബുള്ളറ്റ് പ്രണയകഥയുണ്ടോ? ഞാൻ സാറേ ഒരു മേലാഴിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാറിന് തന്നെ ഒരു ഹോസ്പിറ്റലിലൊക്കെ പോകും. സത്യം പറഞ്ഞാൽ ഞാനൊരു മേലാഴി ഉണ്ടെങ്കിലും ആ വർക്ക്ഷോപ്പിനകത്തിരുന്നാൽ മതി, എൻ്റെ അസുഖങ്ങളൊക്കെ പോകും. അതിനെന്ന് വെച്ചാൽ അത്ര ഒരു നമ്മൾ പാഷനായിട്ട് അത് കൊണ്ടുപോകുന്നത് നമ്മുടെ ഒരു ഫീലാണ്. എന്നാലും അതിലെന്തോ ഉണ്ട്. അതാണ് ഈ 42 വർഷത്തിൽ എത്ര ബുള്ളറ്റ് ജീവിതത്തിലൂടെ കടന്നുപോയി കാണും? ലക്ഷങ്ങൾ ഉണ്ടാവും. ലക്ഷങ്ങളോ? അതെന്താന്ന് പറഞ്ഞാൽ നമ്മളിത് ഈ മേഖല മാത്രമായതുകൊണ്ട് സത്യമായിട്ട് പറഞ്ഞാൽ നമ്മളവിടെ വർക്ക്ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന 2 വീലർ സ്കൂട്ടറും അങ്ങനെയുള്ളതുണ്ട്. അതുപോലും ഞങ്ങൾ വർക്ക്ഷോപ്പിനകത്തോട്ട് കയറ്റാറില്ല. അതെന്താണെന്ന് വെച്ചാൽ വരുന്ന കസ്റ്റമർക്ക് പോലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളാണ്. അവർ ചോദിക്കുക എന്താ ഈ വണ്ടി തീർച്ചയായിട്ടും അവിടെ മാറി വെക്കുക. ബുള്ളറ്റ് ഉള്ളിടത്ത് ബുള്ളറ്റ് മാത്രമേ ഉള്ളൂ. തുടലും തീണ്ടലും ഒക്കെ ഉണ്ട്. അതിന് പകരം വെക്കാനായിട്ട് പറ്റില്ല.